നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ചിരിയാണ് കൂട്ടുകാരന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നതെന്ന് തോന്നി ഫൈസിക്ക്. അവനെ ഒന്ന് നേർക്കുനേരെ കാണാൻ പറ്റിയില്ല. ആ ചിരിയോടെ തന്നെ ക്രിസ്റ്റി പറഞ്ഞു, ഇന്ന് അവനെ ഈ ആൾക്കൂട്ടത്തിന്റെ കൈ കിട്ടിയ അവന്റെ പപ്പും പൂടയും പോലും ബാക്കിയിട്ടില്ലെന്ന് എനിക്ക് അറിയില്ലടാ ചങ്ങായി. ഷാഹിദിനെ കയറ്റിക്കൊണ്ടുപോകുന്ന വണ്ടിയെ നോക്കി അതേ സംതൃപ്തിയോടെ തന്നെയാണ് ഫൈസി അത് പറഞ്ഞത്. എന്നാലും കൊമ്പൊടിഞ്ഞ് അവന് മുമ്പിൽ തല ഉയർത്തിപ്പോയി നിൽക്കണമായിരുന്നു എനിക്ക്. ക്രിസ്റ്റി വീണ്ടും പറഞ്ഞു, അതിനുള്ള അവസരം നിനക്ക് തീർച്ചയായിട്ടും കിട്ടൂടാ. 10-ാം തീയതിയിലെ വിധി പറയുന്നത്. അന്ന് നമ്മൾ ഉണ്ടാവണം അവന്റെ നേരെ മുമ്പിൽ. അതാണ് അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഫൈസി ക്രിസ്റ്റിയുടെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഋഷിന്റെ കാര്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു അങ്ങോട്ട് വരുമ്പോൾ ക്രിസ്റ്റിക്ക്. എന്നെ കുത്തിയ കേസ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഋഷിനായിട്ട് അതെവിടെയും പറഞ്ഞില്ലെങ്കിൽ അവന് ഊരി പോലെ എളുപ്പാ. ക്രിസ്റ്റിയുടെ മനസ്സറിഞ്ഞ പോലെ ഫൈസി പറയുമ്പോൾ ക്രിസ്റ്റി അവന് മുമ്പിൽ വാക്കുകൾ നഷ്ടപ്പെട്ട പോലെ നിന്നു. പക്ഷെ അവർ ഭയന്ന പോലെ തന്നെ ചെയ്തു കൂട്ടിയ ചെറുതും വലുതുമായ എല്ലാ കുറ്റങ്ങളും അവൻ എണ്ണി എണ്ണി പറയുന്നുണ്ടായിരുന്നു. പോലീസ് കൊണ്ടുപോകും മുന്നേ അവനോട് അന്ന് പറയാൻ ക്രിസ്റ്റിക്ക് അവസരം കിട്ടിയതുമില്ല. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങി സ്വയം അഗ്നിശുദ്ധി വരുത്താനാണ് അവന്റെ തീരുമാനമെന്ന് ക്രിസ്റ്റിക്കും ഫൈസിക്കും മനസ്സിലായി. ഓലേടാ, ഫൈസി ചോദിച്ചപ്പോൾ ക്രിസ്റ്റി ഒന്ന് തലയാട്ടി. നീ ഇങ്ങോട്ട് മാറ്, ഞാൻ വണ്ടി എടുക്കാം. നീ ആ മുറി അളക്കണ്ട. ബൈക്കിന് മുന്നിലേക്ക് കയറി ഹെൽമെറ്റ് വെക്കുന്ന ഫൈസിയെ നോക്കി ക്രിസ്റ്റി പറഞ്ഞു. ഓഹ്, അതൊക്കെ ഉണങ്ങിയടാ, ഫൈസി പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് ക്രിസ്റ്റി അവന് പിന്നിലേക്ക് കയറി. ക്രിസ്റ്റി ചെല്ലുമ്പോൾ കാത്തിരിക്കുന്ന പോലെ മൂവരും സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവനെ കണ്ടത് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഫൈസി അവന്റെ വീട്ടിലാക്കിയിട്ടാണ് ക്രിസ്റ്റി കുന്നേലോട്ട് ചെന്നത്. ഈ ഉച്ചയ്ക്ക് വരുന്ന പാത്ത് പറഞ്ഞിരുന്നല്ലോ, നീ വൈകിയത്? ദിലു അവന്റെ ബൈക്ക് മുറ്റത്തേക്കായിട്ട് അത് ഓടിച്ചെന്നോട് ചോദിച്ചു. എനിക്കൊരിടം വരെയും പോവാനുണ്ടായിരുന്നൊരു കാന്താരി. അരികിലേക്ക് വന്നവളുടെ തലയിലൊരു മേട്ടം കൊടുത്തുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. നമ്മളിന്ന് തോട്ടി പോവല്ലേ? തല തിരുമ്മിക്കൊണ്ട് അവൾ ആവേശത്തിൽ ചോദിച്ചു. അമ്മ വന്നില്ലേ? ക്രിസ്റ്റി അവളെ നോക്കി. അമ്മയൊക്കെ ഉച്ചയ്ക്ക് തന്നെ എത്തി, ദിലു പറഞ്ഞു. ആഹാ, എന്നിട്ട് എവിടെ? ബൈക്ക് സ്റ്റാൻഡിൽ ഇട്ടുകൊണ്ട് ഇറങ്ങുന്നതിനിടെ ക്രിസ്റ്റി ചോദിച്ചു. അമ്മയെ കാത്തിന്റെ ഇച്ഛ, ഇത് പറ, നമുക്ക് പോവല്ലേ? ദിലു വീണ്ടും ചുണ്ടു ചുളുക്കിക്കൊണ്ട് ചോദിച്ചു. പോവാടി, ഇപ്പൊ ഇങ്ങ് വാ നീ. അവൻ അവളെയും കോർത്ത് പിടിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് കയറി. പോവില്ലേ ഇച്ഛ? മീരയെ അവനെ നോക്കി. ആദ്യം നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ? പാത്തുവിന് കുറെ അവശ്യ സാധനങ്ങൾ വലിയ കുറവുണ്ട് ഇവിടെ. അവള് പറയാനട്ടാ, ഇന്നലെ എനിക്ക് തിരക്കായതുകൊണ്ട് പോകാൻ പറ്റിയില്ലല്ലോ. തോളിലുള്ള ബാഗ് പാത്തുവിന്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ക്രിസ്റ്റി മൂവരെയും നോക്കി. സെറ്റ്. രണ്ടാമൊന്നും ആലോചിച്ച് പോലും നോക്കാതെ മീരയെന്തിലോ അപ്പോൾ തന്നെ കൈപൊക്കി. എങ്കിൽ പെട്ടെന്ന് പോയി റെഡിയായി വാ. ക്രിസ്റ്റി പറഞ്ഞ് മുഴുവനാക്കും മുന്നേ മീരയെന്തിലും പാത്തുവിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിയിരുന്നു. കണ്ണുനീർ തുളുമ്പിയ മാത്തന്റെ കണ്ണുകൾ ക്രിസ്റ്റി അയാളെ സ്വന്തം നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. എന്റെ മോന്റെ ജീവനെടുത്തവനെ തന്നെ അവന്റെ സ്ഥാനത്തേക്ക് വലിച്ചേറ്റിയ പാപിയായി പോയില്ല മോനെ ഞാൻ. കർത്താവേ, എനിക്കിത് സഹിക്കാൻ വയ്യ. അതിശക്തമായ വേദനയോടെ മാത്രം പറഞ്ഞു. ഫിലിപ്പിന്റെ മരണം അപകടമല്ലെന്നും അയാളെ വർഗീച്ചറിയാൻ സൂത്രത്തിൽ കൊന്നതാണെന്നും അറിഞ്ഞുള്ള മനസ്താപമായിരുന്നു അത്. ത്രേസിയുടെ അവസ്ഥ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയായിരുന്നു. അവനും കുറച്ചൊന്നല്ല ഡെയ്സിയെ നിർബന്ധിച്ചിട്ടുള്ളത് വർഗീയ ഭർത്താവായി സ്വീകരിക്കാൻ വേണ്ടി. അതെല്ലാം ഓർക്കുമ്പോൾ സ്വന്തം മകനോട് അനീതി ചെയ്തു പോയൊരു ഫീലായിരുന്നു രണ്ടുപേരിലും നിറഞ്ഞു നിന്നിരുന്ന്. ഇനി കരഞ്ഞു വിളിച്ച് വല്ലതും വരുത്തി വെക്കല വലിയപ്പച്ച. ഇപ്പോഴതൊരു വീടായത്, മനസ്സമാനത്തോടെ ഇവിടെയുള്ളവർ ജീവിക്കാൻ തുടങ്ങിയത്. ക്രിസ്റ്റിയാളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ശാസിച്ചു. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ വേദനിക്കുവാടാ മക്കളെ. മാത്രം ക്രിസ്റ്റി ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാൻ വലിയപ്പച്ച, എനിക്ക് മനസ്സിലാവും. ഇതുപോലൊക്കെ തന്നെയാണ് എൻ്റെ അവസ്ഥ. എന്നീതി കുറെ കരഞ്ഞുകൊണ്ട് വേദനിച്ചടക്കുന്നതുകൊണ്ടെല്ലാം തിരുത്താൻ ഒക്കുവോ? അവൻ ത്രേസിയെ കൂടി തന്നിലേക്ക് ഓർത്തു പിടിച്ചു. എൻ്റെ അപ്പൻ അപകടത്തിൽ മരിച്ചതാ. ലോകം ഇനി അതങ്ങനെ തന്നെ അറിഞ്ഞാൽ മതി. വർക്കിയെ പോലെ നീജന്റെ കൈകൊണ്ട് കുന്നുകൾ ഫിലിപ്പ് ഇല്ലാതായി പോയതെന്ന് ഇനി ആരും അറിയണ്ട. എൻ്റെ അപ്പനത് കുറച്ചില്ല. ക്രിസ്റ്റിയുടെ മുഖം കടുത്തുപോയിരുന്നത് പറയുമ്പോൾ വർക്കിക്കുള്ളത് ഒട്ടും കുറയാ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം അയാളുടെ കേസ് ഫയലിൽ നിന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ ഇങ്ങനെ ഒരു കൊലപാതകം കൂടി അയാളുടെ ക്രൂരതയുടെ ലിസ്റ്റിൽപ്പെടുത്തി ഞാൻ പുറം ലോകത്തെ അറിയിക്കാത്തത്. എൻ്റെ അപ്പൻ്റെ മരണത്തിൽ പോലും ഒരന്തസ്സുണ്ടാവണം. വർക്കി കാരണം അതില്ലാതായി പോകരുത്. മാത്തനവൻ പറയുന്നത് ശരിവെച്ച പോലെ തലകുലുക്കി. വയ്യേ അമ്മേ? കിടക്കിയായിരുന്ന ഡെയ്സിയുടെ അരികിൽ പോയിരുന്ന ആ നെറ്റിയിൽ ചുണ്ടിയേർത്തുകൊണ്ട് ക്രിസ്റ്റി അരിവോടെ ചോദിച്ചു. ആ വയ്യായിക മനസ്സിനാണെന്ന് അവൻ അറിയാം. വയ്യെങ്കിൽ എണീക്കണ്ട, കിടന്നോളൂ. അവനെ കണ്ടതും കണ്ണടച്ചിടക്കായിരുന്ന ഡെയ്സി എഴുന്നേൽക്കാൻ ആഞ്ഞു. ഒന്നുമില്ലടാ. ചെറിയൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവരെ ക്രിസ്റ്റി കയ്യിൽ പിടിച്ചുയർത്തിക്കൊണ്ട് കട്ടിലിൽ ചാരിയിരുത്തി. നീ എപ്പോഴാ വന്ന്? ഡെയ്സി അവന്റെ മുകളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. കുറച്ചു നേരമായി, വല്യപ്പച്ചൻ്റെ മുറിയിലായിരുന്നു, ക്രിസ്റ്റി പറഞ്ഞു. പാവങ്ങൾ, അവർക്ക് സഹിക്കാൻ കഴിഞ്ഞു കാണില്ല. നല്ലോണം വേദനിക്കുന്നുണ്ടാവും ഇപ്പം എല്ലാം അറിഞ്ഞപ്പോൾ.
ഡെയ്സി വിളറിയ ചിരിയോടെ ക്രിസ്റ്റിയെ നോക്കി. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ആരെയും അറിയിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി ഇത്രയും കാലം ചങ്ക് പിടഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ ജീവിച്ചത്ര നോവൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഇതറിയുന്ന ആർക്കും. ഡെയ്സിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു, നിനക്ക് അമ്മയോട് ദേഷ്യമുണ്ടോടാ മോനെ? നിന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ അപ്പനെ കൊന്നവൻ്റെ കൂടെ. ഡെയ്സി നിറഞ്ഞ കണ്ണോടെ ക്രിസ്റ്റിയെ നോക്കി. എനിക്ക് ദേഷ്യമുണ്ട്. അവൻ ഡെയ്സിയുടെ അരികിലേക്ക് കട്ടിലിൽ ചാരിയിരുന്നു. അത് പക്ഷെ അമ്മയോടല്ല, എന്നോട് തന്നെയാ. ഇത്രയും വേദനയും അവഗണനയും സഹിക്കാൻ ഇട്ടുകൊടുക്കാതെ എൻ്റെ ഈ പാവ അമ്മയെ കുറച്ചുകൂടി മുന്നേ എനിക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് എന്നെ തന്നെ വെടിവെച്ച് കൊല്ലാൻ തോന്നാറുണ്ട്. ഡെയ്സിയെ തന്നെ തോളിലേക്ക് ചായച്ച് കിടത്തിക്കൊണ്ടാണ് ക്രിസ്റ്റി അത് പറഞ്ഞത്. എല്ലാം വിധിയാണടാ മോനെ. ഇങ്ങനെയൊക്കെ വരണമെന്ന് വളരെ മുന്നേ എഴുതി ചേർത്ത വിധി. അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് ഡെയ്സി പതിയെ പറഞ്ഞു, കോടതി പോയിരുന്നു നീ ഇന്ന്? അല്പസമയം അതേ കിടപ്പ് തുറന്നിട്ട് നേരെ ഇരുന്നുകൊണ്ട് ഡെയ്സി ചോദിച്ചു. ഋഷിനെ അവനെ കണ്ടോ? ഉറപ്പോടെ പറയുമെന്നുള്ള ഡെയ്സിയുടെ ഉറപ്പിനെ പിടിച്ചുലച്ചുകൊണ്ട് ആ ചോദ്യം വിറച്ചു പോയിരുന്നു. അവനെന്തെങ്കിലും പറഞ്ഞോടാ? അവനൊട്ടും വയ്യടാ. ഇല്ല, പക്ഷെ നല്ലൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്താ ഋഷിനെ രക്ഷപ്പെടുത്തിയെടുക്കാനാവോ അമ്മേ? ക്രിസ്റ്റി ഡെയ്സിയെ നോക്കി. അവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നീ ഒന്നും ചെയ്യേണ്ടതില്ല. വർക്കിയുടെ രക്തം അവന്റെ സിരകളിൽ കൂടി ഒഴുകുന്നു. അതിന്റെ ഗുണം അവൻ കാണിക്കും. ഇനി അവിടെ കിടക്കട്ടെ, പഠിക്കാനുണ്ട് അവനും. അതിനകത്ത് കിടക്കട്ടെ, അപ്പൊ പഠിക്കും. വല്ലാതെ വലിഞ്ഞു മുറുകിപ്പോയെന്ന് ഡെയ്സിയുടെ മുഖം അത് പറയുമ്പോൾ, ഇല്ലമ്മേ, അവന് നല്ല മാറ്റമുണ്ട്. അവൻ ചെയ്തല്ല അവനായിട്ട് തന്നെ കോടതിയിൽ ഏറ്റുപറഞ്ഞു. മാത്രമല്ല വർക്കിയുടെ കള്ളത്തിനും കൂടി അവനിന്ന് അവിടെ പൊളിച്ചെഴുതി. ചെയ്തു കൂട്ടിയതെല്ലാം തെറ്റായിരുന്നുവെന്നും അതിനർഹിക്കുന്ന ശിക്ഷ കിട്ടണമെന്നും അവനൊരു ബോധ്യം വന്ന പോലെ. അതൊരു നല്ല ലക്ഷണമല്ലേ? ക്രിസ്റ്റി ചിരിയോടെ ഡെയ്സിയെ നോക്കി. അവരൊന്നും മിണ്ടിയില്ല. അവന്റെ സിരകളിൽ വർക്കി ചെറിയാനെന്ന പിശാചിന്റെ രക്തം മാത്രമല്ലല്ലോ, എൻ്റെ അമ്മയുടെ മകൻ കൂടിയല്ലേ ഋഷിൻ. ആ ഗുണം അവൻ കാണിക്കണല്ലോ. ക്രിസ്റ്റി വീണ്ടും ഡെയ്സിയെ അടക്കി പിടിച്ചു. ഇത്രയും വരെ നമ്മൾ കൊണ്ടെത്തിച്ചില്ലേ അമ്മേ? ഇനി നമ്മൾ തടഞ്ഞു വീഴില്ല. ഋഷിനെ അമ്മ ആഗ്രഹിക്കുന്ന പോലെ മകനാക്കി ഈ മുന്നിൽ നിർത്തി തരും എന്നെ വിശ്വസിക്കുക. ക്രിസ്റ്റിയുടെ മുഖം പിടിച്ച് ആഴ്ത്തി ആ നെറ്റിലൊരു ഉമ്മ കൊടുത്തുകൊണ്ടാണ് ഡെയ്സി തന്നെ സന്തോഷം അറിയിച്ചത്. പിള്ളേനെയും കൂടി ടൗണിൽ പോകുന്ന കാര്യം ക്രിസ്റ്റി ഡെയ്സിയോട് പറഞ്ഞു. ഞാൻ നിന്നോട് പറയാനിരിക്കായിരുന്നേടാ, പാത്തുവിന് ഡ്രസ്സ് പോലും ഇല്ലല്ലോ. ഡെയ്സി അവനോട് പറഞ്ഞു. സമയം കളയണ്ട, പെട്ടെന്ന് പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഡെയ്സി തന്നെയാണ് ക്രിസ്റ്റി അവിടുന്ന് പറഞ്ഞു വിട്ടത്. മുറിയിലേക്ക് കയറി ചെന്നവനെ ശ്വാസം പോലും വിടാൻ കഴിയാത്ത വിതിറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പാത്തു തന്റെ സന്തോഷം അറിയിച്ചത്. ആ മനസ്സിലെ സന്തോഷം എത്രയാണെന്ന് സിറ്റൗട്ടിൽ വെച്ച് കണ്ട ആദ്യ കാഴ്ചയിൽ അവൾ പറയാതെ തന്നെ ക്രിസ്റ്റിക്ക് മനസ്സിലായതുമാണ്. അവളെ പിടിവിടാതെ തന്നെ വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് അവൻ അവളെയും മാഞ്ഞു പുണർന്നു. രണ്ടുപേരും പരസ്പരം ഒന്നും പറയുന്നില്ല. പക്ഷേ ഹൃദയം നിറഞ്ഞൊഴുകുന്ന സന്തോഷം അത് രണ്ടാളും അറിയുന്നുണ്ട്. ആ പിള്ളേരി പോകുന്ന ബഹളുണ്ടാക്കി തുടങ്ങും കേട്ടോ. നമുക്ക് പോണ്ടേ പാത്തു. ഇത്തിരി നേരം കഴിഞ്ഞ് ക്രിസ്റ്റി നെഞ്ചിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന അവൾ അടത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. വേണ്ട, എനിക്ക് എങ്ങോട്ടും പോകണ്ടേച്ചാ, എനിക്കിങ്ങനെ നിന്നാ മതി. പാത്തു വീണ്ടും അവനിലേക്ക് പറ്റിച്ചേർന്നു. ഈ വിയർത്ത് നാർന്ന പരുവത്തിലോ? ക്രിസ്റ്റി ചിരിയോടെ അവളെ നോക്കി. നാറ്റോ? ഇത് നാറ്റൊന്നല്ലീച്ച. ഈ സ്മെല്ല് എനിക്ക് എന്തൊരു ഇഷ്ടാന്നറിയോ? ഒന്നുകൂടി ശ്വാസം ആഞ്ഞു വലിച്ച സ്വകാര്യം പോലെ പാത്തു പറഞ്ഞു. ചില്ലറ ഭ്രാന്തൊന്നല്ലല്ലോ പെണ്ണിന്റെ കയ്യിലുള്ളത്. അവനവിടെ കാതിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു. പാത്തു ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറി. നിനക്ക് ഈ സ്മെല്ലിനെ ഇഷ്ടപ്പെടാമെങ്കിലേ എനിക്ക് ഈ കടി ഭയങ്കര ഇഷ്ടമാണ്. തന്നെ നോക്കി കണ്ണുരുട്ടുന്നവളെ നോക്കി ക്രിസ്റ്റി കണ്ണി ചിമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ഭാവം കണ്ടിട്ട് പാത്തു വീണ്ടും ചിരിച്ചു. എനിക്കില്ലേ ഇച്ചയോടില്ലേ ഇന്ന് കുറേ ഇഷ്ടം തോന്നുക. അവനെ നോക്കാതെ മുഖം കുനിച്ചുകൊണ്ട് പാത്തു പറഞ്ഞു. അത് ശരി, അപ്പൊ ഇന്നലെ വരെ എന്നോടുണ്ടായിരുന്ന ആ ഇഷ്ടം ഫേക്കായിരുന്നോ? കയ്യിലെ വാച്ച് അഴിച്ചുകൊണ്ട് ക്രിസ്റ്റി കുസൃതിയോടെ അവളെ നോക്കി. ഇച്ചോ? പാത്തു ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു. അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ പാത്തു? പേഴ്സും ഫോണും കൂടി മേശയിൽ വെച്ചുകൊണ്ട് ഷർട്ട് അഴിക്കുന്നതിനിടെ ക്രിസ്റ്റി ചിരിയോടെ അവളെ നോക്കി. അതിപ്പോ എങ്ങനെ പറയും ഞാൻ പഠിച്ചോനെ? അനിൽ ഈ ഇഷ്ടത്തിന്റെ അളവൊക്കെ എങ്ങനെയാ പറയുന്നേ? പാത്തു അവനെ നോക്കി. ഇഷ്ടം പറയാൻ പറ്റിയില്ലെങ്കിൽ, അതിന്റെ അളവ് പറഞ്ഞു ഒലിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അതേ പ്രവർത്തിച്ച് കാണിക്കണം. ഷർട്ട് അഴിച്ച് മേശയിലേക്ക് വെച്ചിട്ട് ക്രിസ്റ്റി വീണ്ടും അവൾക്ക് മുമ്പിൽ പോയി നിന്നു. അതെങ്ങനെയാണെന്നറിയോ എൻ്റെ പെണ്ണിന്? എത്ര പെട്ടെന്നാണ് അവൻ്റെ ശബ്ദം പ്രണയത്തിൻ്റെ മാസ്മരിക ഭാവത്തിലേക്ക് മുങ്ങിപ്പോയതെന്നായിരുന്നു പാത്തു അപ്പോഴും ഓർത്തത്. തന്നെ നോക്കുന്ന ആ കണ്ണുകളിലും ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിക്കുമെല്ലാം പ്രണയത്തിൻ്റെ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. പറ പാത്തു, അറിയാവോ? അവളെ വലിച്ച് നെഞ്ചിൽ ചേർത്തുകൊണ്ടവൻ വീണ്ടും ചോദിച്ചു.
പാത്തു ഒന്നും മിണ്ടാതെ അവൻ്റെ കണ്ണുകളിലെ കാന്തിക ശക്തി ലയിച്ചു പോയിരുന്നു ആ നിമിഷം. ഈശ കാണിച്ചു തരട്ടെ. പതിയെ, വളരെ പതിയെ വീണ്ടും അവളുടെ കാതിൽ അവൻ്റെ പ്രണയം തുടിക്കുന്ന ശബ്ദം. പാത്തു അപ്പോഴും ഒരക്ഷരം പറയാതെ അവനിലേക്ക് നോക്കി തറഞ്ഞു നിന്നുപോയി. അവൻ്റെ നോട്ടം തൻ്റെ ചുണ്ടിലാണെന്നറിഞ്ഞതും അവളൊന്ന് കുതറി. ഒരു ശലഭം പറന്നിറങ്ങുന്ന അത്രയും മൃദുവായി ക്രിസ്റ്റിയുടെ ആദ്യ ചുംബനം. ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് ഭയന്നുകൊണ്ട് പാത്തു കണ്ണുകളിറക്കി അടച്ചുകൊണ്ട് അവൻ അള്ളി പിടിച്ചു നിന്നു. ഇനി വേണോടാ? ലില്ലിയുടെ നേരെ നോക്കി ഷാനവാസി ചോദിച്ചു. വേണ്ട, അവൾ പതിയെ പറഞ്ഞു. എങ്ങളാ പാത്രങ്ങിതാ. അവളിരിക്കുന്ന ഡോറിനരികിൽ ചെന്നിട്ട് ഷാനവാസ് കൈനീട്ടി. അത് ഞാൻ കൊടുത്തോളാം. താൻ കഴിച്ച വേസ്റ്റ് പാത്രം അയാളെ ഏൽപ്പിക്കാനുള്ള മടിയോടെ ലില്ലി പറഞ്ഞു. ഇനിയിപ്പോൾ അതിനായിട്ട് താൻ ഇറങ്ങണോ? ഇങ്ങ് തന്നേക്ക്. പറയുന്നതിനോടൊപ്പം തന്നെ അയാൾ ആ പാത്രം പിടിച്ചു വാങ്ങി. ഒരു തട്ടുകടയുടെ അരികിലായിരുന്നു അവർ. നമുക്കൊരു കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാറ് നിർത്തി ഷാനവാസ് ഇറങ്ങിപ്പോകുമ്പോൾ വേണ്ടെന്ന് പറയണമെന്നുണ്ടായിട്ടും അതിന് കഴിയാതെ ലില്ലി അസ്വസ്ഥമായിരുന്നു. ഒരേ സമയം അയാളുടെ സാമീപ്യം അവളിൽ സന്തോഷവും അസ്വസ്ഥയും ഒരുപോലെ നിറച്ചു. കഴിക്ക്. ഒരു പ്ലേറ്റിൽ കഴിക്കാനുള്ള വാങ്ങി നിറഞ്ഞ ചിരിയോടെ തനിക്ക് നേരെ നീട്ടുന്നവനോട് എങ്ങനെ വേണ്ടെന്ന് പറയും. അവളത് കൈനീട്ടി വാങ്ങി. ഇവിടുത്തെ പാനിപൂരിക്ക് അപാര ടേസ്റ്റാണോ, കഴിച്ചു നോക്കണോ? അവളിരിക്കുന്ന സൈഡിൽ ചാരിന്ന് കൈയുള്ള പാത്രത്തിലെ പാനിപൂരി ആസ്വദിച്ച് കഴിക്കുന്നതിനിടെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ വളരെ ശരിയാണെന്ന് ലില്ലിക്കും തോന്നി. ഷാനവാസ് പറഞ്ഞ പോലെ വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. വീണ്ടും പോയി ചായ വാങ്ങി വന്നിട്ട് അതിലൊരു ഗ്ലാസ് ലില്ലിക്ക് നീട്ടി. അതെല്ലാം അയാൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ ലില്ലി വീർപ്പുമുട്ടലോടെയാണ് ഇരിക്കുന്നത്. പോയാലോ? തിരികെ കാറിലേക്ക് വന്നേറി ഷാനവാസി ചോദിച്ചു. കർച്ചീഫിൽ കൈ തുടച്ചുകൊണ്ട് ലില്ലി മൂളി. ഈ യാത്ര ഇതൊരിക്കലും അവസാനിക്കാതിരുന്നെങ്കിലും നാശിച്ചു പോകുന്നുണ്ട് കേട്ടോ ഞാൻ. യാത്രയുടെ ഇടയിൽ എപ്പോഴോ ഷാനവാസ് പറഞ്ഞു. ലില്ലി മുഖം കുനിച്ചു. അത്രത്തോളം സന്തോഷം തോന്നുന്നു തനിക്കൊപ്പമുള്ള ഈ നിമിഷങ്ങളിൽ. നേർത്തൊരു ചിരിയോടെ ഷാനവാസ് പറയുന്ന കേട്ട് ലില്ലി ശ്വാസം പിടിച്ചിരുന്നു. തൻ്റെ ഒരു വാക്കിന് ഇപ്പം എൻ്റെ സന്തോഷത്തിൻ്റെ വിലയുണ്ട് ലില്ലി. തനിക്ക് ഇനിയൊന്നും മനസ്സിലാവാത്തത് എന്താണോ? ഈ പ്രാവശ്യം ആ വാക്കുകൾക്ക് വേദനയുടെ കനമുണ്ടായിരുന്നു. ലില്ലിക്കും ഹൃദയം വേദനിച്ചു തുടങ്ങി. തനിക്കിനി അംഗീകരിക്കാൻ കഴിയാത്തത്രയും കുറവുകളുണ്ടോ എനിക്ക്? സ്വയം പുച്ഛിച്ചുകൊണ്ടാണോ ആ ചോദ്യം. ലില്ലി അയാളെ നോക്കി. ഞാൻ വല്ലാതെ കൊതിച്ചു പോകുന്നു. അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ? അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടതും താൻ അവളെ വേദനിപ്പിച്ചു എന്നൊരു തോന്നലിൽ ഷാനവാസ് പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ ഉമ്മയെ ഒരുപാട് ഇഷ്ടമായി. ശ്വാസം എടുത്തുകൊണ്ട് പറയുന്നവളെ നോക്കി ആളൊരു നിമിഷം ഇരുന്നു. ഇപ്പോ നിങ്ങളെയും. ആ കണ്ണിലേക്ക് നോക്കി അത് പറയുമ്പോൾ തനിക്ക് മുന്നിലെ ലോകം നിശ്ചലമായതുപോലെ ഷാനവാസ് അവളിൽ മാത്രം ലയിച്ചിരുന്നു. ഓർപ്പിക്കാവോ? കുന്നേൽ ബംഗ്ലാവിന് മുറ്റത്തേക്ക് കാറോടിച്ച് കയറ്റി ഒരു വട്ടം കൂടി ഷാനവാസ് ലില്ലിയെ നോക്കി. അവളൊന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കി. അല്ല, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാഞ്ഞിട്ടാ ഇത്രയും പെട്ടെന്ന്. അതും ഇയാളുടെ ഭാഗത്തുനിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ലടോ. വല്ലാത്തൊരാവേശത്തിൽ പറയുന്ന അയാളെ നോക്കുമ്പോൾ ലില്ലിയുടെ ഉള്ളിലൂടെ ഒരു തണുപ്പ് അരിച്ച് കയറുന്നുണ്ടായിരുന്നു. തൻ്റെ കൂടെയുള്ള ജീവിതത്തിലേക്കുള്ള ആ കാത്തിരിപ്പ് അത് അയാളുടെ സ്നേഹമാണല്ലോ. ഇനി ഇത് മാറ്റി പറയില്ലല്ലോ അല്ലേ? അവളൊന്നും മിണ്ടാതിരിക്കുന്ന കണ്ടവൻ ഷാനവാസ് വീണ്ടും ചോദിച്ചു. എനിക്കിതിൻ്റെ ഉമ്മാനോട് പറയാനിട്ട് ധൃതിയായി. ആ പറഞ്ഞ സത്യമായിരുന്നു. ആ ധൃതി അയാളിൽ വിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ധൈര്യമായിട്ട് പറയണം, ഉമ്മാൻ്റെ മോളായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന്. അയാളെ തന്നെ നോക്കി പതിഞ്ഞ ചിരിയോടെ ലില്ലി പറഞ്ഞു. ഷാനവാസ് അവളെ നോക്കി തലയാട്ടി. പറയാം. അകത്തേക്ക് വരുന്നില്ലേ? ലില്ലി ഇറങ്ങും മുന്നേ ചോദിച്ചു. പിന്നീടാവട്ടെ, ഇപ്പം ഇച്ചിരി തിരക്കുണ്ട്. അയാൾ ആ പറഞ്ഞ തിരക്കെന്താണെന്ന് ശരിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ലില്ലി പിന്നൊന്നും പറയാൻ നിൽക്കാതെ ഡോർ തുറന്നിറങ്ങി. ഓക്കെ ബൈ. ഡോറിന് നേരെ തലകുനിഞ്ഞ് നിൽക്കുന്നവൾ നോക്കി ചിരിയോടെ പറഞ്ഞിട്ട് അയാൾ ആ കാർ അവിടെ തന്നെ ഇട്ട് തിരിച്ചു. കൈവീശി കാണിച്ചുകൊണ്ട് അയാൾ ഇറങ്ങും വരെയും ലില്ലി ഗേറ്റിലേക്ക് നോക്കി അവിടെ ഉണ്ടായിരുന്നു. ചേട്ടായി! വാതിലിടിച്ചുകൊണ്ട് ദിലീപിന്റെ വിളി കേട്ടാണ് ക്രിസ്റ്റി പാത്തുവിൽ നിന്ന് അകന്നു മാറിയത്. ക്രിസ്റ്റിയെ നോക്കാനുള്ള മടിയോടെ പാത്തുവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി നിൽക്കുമ്പോൾ രണ്ടുപേരും നന്നായി കിതക്കുന്നുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള തട്ടിവിളി കുറച്ചുകൂടി ഉച്ചത്തിലായി. ഞാൻ കുളിക്കട്ടെ, നീ ഒന്ന് വാതിലോട് നോക്ക്. ക്രിസ്റ്റി ധൃതിയിൽ അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് ബാത്റൂമിന് നേരെ നടന്നു. കഷ്ടമുണ്ട് കേട്ടോ, അവളുമാർ രണ്ടും കൂടി ഇന്നെ. വാതിൽ തുറന്നാളുടെ പുകിലോർത്തുകൊണ്ട് പാത്തു ആദ്യയോടെ വിളിച്ചു. ഒന്നും ഉണ്ടാവില്ല, നീ ചെല്ല്, ഞാൻ കുളിക്കാൻ കയറുന്നു പറ. ക്രിസ്റ്റി ബാത്റൂമിൽ നിന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ പോകുമ്പോൾ ആ മുഖം തുടച്ചിട്ട് പോ.
അവളെ നോക്കിയെന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ വേഗം വാതിലടച്ചു. പാത്തു പെട്ടതുപോലെ ഒരു നിമിഷം അതേ നിൽപ്പ് തുടർന്നു. ദിലു അപ്പോഴും വിളിച്ചുകൊണ്ടേയിരുന്നു. കൈകൾ കൊണ്ട് മുഖം അമർത്തി തുടച്ച് പാത്തു വാതിലിന്റെ ലോക്ക് എടുത്തു മാറ്റി. പ്രതീക്ഷിച്ച പോലെ തന്നെ ദിലു കലിപ്പിട്ടുണ്ട് അവളെ തുറിച്ച് നോക്കി നിൽപ്പുണ്ട്. എത്ര നേരെ വിളിക്കുന്നു? ചേട്ടാ റെഡിയായില്ലേ ചേച്ചി? ഇപ്പൊ വരും, ബാത്റൂമിലാ. പാത്തു ചിരിയോടെ പറഞ്ഞു. ഈ ചേച്ചി റെഡിയായോ? ദിലു പാത്തുവിനെ നടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ. അവളുടെ നോട്ടം കണ്ടതും പാത്തു പെട്ടെന്ന് പറഞ്ഞു. ഈ ചേട്ടായിട്ടൊരു കാര്യം, ഇപ്പൊ തന്നെ വൈകി. പുറത്തു പോകാനുള്ള ആവേശത്തിൽ ദിലു മുറിയിലേക്ക് നോക്കി വീണ്ടും പറയുന്നുണ്ട്. ചേട്ടായി പോരും, നീ വാ, നമുക്ക് താഴേക്ക് പോവാം. പാത്തു അവളെ അനുനയിപ്പിച്ചുകൊണ്ട് തോളിൽ പിടിച്ചു. വീണ്ടും ഒന്നുകൂടെ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് ദിലു അവൾക്കൊപ്പം നടന്നു. മീര റെഡിയായോ? അവളുടെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ പാത്തു ദിലുവിനെ നോക്കി. മീരേച്ചി താഴെ ഉണ്ടാവും. ദിലു പറഞ്ഞവളെ രണ്ടുപേരും കൂടി താഴേക്ക് നടന്നു. 10 മിനിറ്റ് കൊണ്ട് ക്രിസ്റ്റി റെഡിയായി താഴേക്ക് ചെന്നു. ആഹാ, കുഞ്ഞാൻ്റെ എപ്പോഴാ വന്ന്? അടുക്കളയിൽ അവർക്കൊപ്പം ഇരിക്കുന്ന ലില്ലിയെ കണ്ടതും അവളുടെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. ഇപ്പൊ വന്നേ ഉള്ളൂടാ. ലില്ലി വാത്സല്യത്തോടെ അവന്റെ കവിളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. എങ്ങനെയാ വന്ന്? ഷാനിക്ക് കൊണ്ടുവിട്ടു. അത് പറയുമ്പോൾ ലില്ലിയുടെ മുഖം ചുവന്നു പോയിരുന്നു. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലല്ല കുഞ്ഞാലിക്ക് ജോലി അല്ലേ? ക്രിസ്റ്റിയറി ചിരിയോടെ ചോദിക്കുമ്പോൾ ലില്ലി അതിനുള്ളിൽ അവൻ വേറെന്തെങ്കിലും സംശയം കൂടി ഒളിപ്പിച്ച് പിടിച്ചിട്ടുണ്ടോ എന്നൊരു ആശങ്കയോടെയാണ് തലയാട്ടിയത്. എന്നാ പോയാലോ ഗൈസ്? ലില്ലിയെ വിട്ടുകൊണ്ട് ക്രിസ്റ്റി അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന മീരയും ദിലുവിനെയും നോക്കി ചോദിച്ചു. മീരയും ദിലുവ് ആവേശത്തിൽ തലയാട്ടി സമ്മതിച്ചെങ്കിലും പാത്തുവരെ നോക്കുന്നുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാവുന്നതിനാൽ ക്രിസ്റ്റിയും ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.